ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ അക്വേറിയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ പമ്പിൻ്റെ അകത്ത് എന്താണ് അകത്തുള്ളത് എന്ന് നോക്കാനായിട്ടാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഒരു DC മോട്ടർ കൊണ്ടല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ നമ്മൾ എയർ പമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഫിൽട്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അതിൻ്റെ അകത്ത് DC മോട്ടർ വെച്ചുകൊണ്ടാണ് അതിൽ പമ്പ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അതല്ല, ഞാൻ അയച്ചു നോക്കിയപ്പോൾ വേറെ സംഭവങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു സംഭവം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിതാ ഇതുപോലെ ഒരു എയർ പമ്പാണ് നമ്മളൊന്ന് അഴിച്ച് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ളതാണെങ്കിൽ നിങ്ങൾ അഴിച്ചു നോക്കിയാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും കാണുക. വേറെ മോഡലാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലൊരു പൈപ്പ് ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എയർ ബബിൾസ് ഒക്കെ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കും. നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലഗ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എയർ ബബിൾസ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ അകത്തുള്ളതൊക്കെ അറിയാൻ ഒരുപാട് പേർക്കൊക്കെ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനി സ്ക്രൂ ഡ്രൈവർ വെച്ചതിന് ശേഷം ഇതിന് താഴെ 4 സ്ക്രൂസാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 4 സ്ക്രൂസ് നമ്മൾ ഇതുപോലെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേസ് അങ്ങ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 സ്ക്രൂസും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഒരു ബാക്കിലുള്ള ഒരു കേസ് നമുക്കിതുപോലെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പോകുന്നോളും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ ഇതോ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൽ വേറെ എന്തൊക്കെയോ നമ്മൾ DC മോട്ടോർ കാണാനില്ല. ഇത് ഒരു സംഭവമാണ്. ഇതാണ് എയർ പമ്പിങ്ങിൻ്റെ സിസ്റ്റം. ഇതിൽ ഇതുപോലെ മാഗ്നറ്റ് ഉണ്ട്. ഈ ഒരു മാഗ്നറ്റ് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് എയർ വരും. ഇത് ട്രാൻസ്ഫോമർ പോലെ എന്തോ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. ഇതുപോലെ കറണ്ട് വന്നതിന് ശേഷം ഈ ട്രാൻസ്ഫോമറിലൂടെ വന്ന് ഇതിലെ സംഭവങ്ങളായിട്ട് എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തായി ഇതുപോലെ മെറ്റലുണ്ട്. ആ ഒരു മെറ്റലിൻ്റെ ഭാഗത്ത് കറണ്ട് വരുന്ന ടൈമിലായിരിക്കും ഈ ഒരു മാഗ്നറ്റ് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുക. ഈ ഒരു മാഗ്നറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റബ്ബറിൻ്റെ ഒരു റൗണ്ട് രൂപത്തിലുള്ളൊരു സംഭവം കണ്ടോ, അത് ഇതുപോലെ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ എയർ പമ്പാവും. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തപ്പോൾ കണ്ടില്ല നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം. ആ ഒരു ടൈമിലാണ് എയർ പമ്പാവുന്നത്, എയർ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അകത്തുനിന്ന് എയർ വരും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇതൊരു ജസ്റ്റ് ഒന്ന് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലഗിലൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഫ്ലഗിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഒരു സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ സ്വിച്ച് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറയും. ഇപ്പോൾ കണ്ടോ, കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ രീതിയിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് കൂടും. അപ്പോൾ നമ്മൾ സ്വിച്ച് പഴയ രീതിയിൽ തന്നെ ആക്കി ഇനി നമുക്ക് ഒന്നുകൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിൽ തന്നെ നല്ല സ്പീഡുണ്ട്. സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ആ ഒരു സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എയർ പമ്പാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടാണ്. ഇതുപോലെ വെള്ളത്തിൽ വെച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എയർ ബബിൾസ് വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിനി ഈ ഒരു ബോളിൻ്റെ അകത്ത്, ഈ ഒരു റൗണ്ടിൽ ഷേപ്പിലുള്ളതിൻ്റെ അകത്ത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മോഡലൊന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോ. AP208 എന്നാണ് ഇതിൻ്റെ മോഡൽ. ബ്രാൻഡ് നെയിമൊക്കെ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു റബ്ബർ ഇതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ആ റബ്ബറിൻ ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ട്യൂബിലൂടെ എയർ അങ്ങോട്ട് പുറത്തോട്ട് പോകും. ആ ഒരു എയർ നമ്മുടെ അക്വേറിയത്തിൽ വെള്ളത്തിലോട്ട് വരുന്ന ടൈമിൽ എയർ ബബിൾസ് വരും. അങ്ങനെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പമ്പ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇത് ടൈറ്റാക്കി വെക്കാനുള്ളൊരു സ്ക്രൂ ആണ്. ബാക്കി ഈ ഒരു സംഭവം വൈബ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് എയർ പമ്പാവും. ബാക്കി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം.
എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു പമ്പിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഈ ഒരു DC മോട്ടറിൻ്റെ അകത്തൊക്കെ ഒരു മാഗ്നറ്റിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് ആ ഒരു ഇത് കറങ്ങുന്നത്, ആ ഒരു ആർമേച്ചർ ഒക്കെ കറങ്ങുന്നത് DC മോട്ടറിൻ്റെ അകത്തുള്ള ആ ഒരു മാഗ്നറ്റിൻ്റെ പവർ കൊണ്ടാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇത്, പക്ഷേ ഇത് മോട്ടറായിട്ടൊന്നുമല്ല, ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.